കാഞ്ഞങ്ങാട് അതിയമ്പൂരിലെ ബാലബോധിനി വായനശാല നടത്തിവന്ന ഗ്രന്ഥശാല വാരാചരണം സമാപിച്ചു. കാര്യമ്പൂർ രാമണേശ്വരത്തിന്റെ കവിതാ സമാഹാരത്തെ ആസ്പദമാക്കി നടത്തിയ ചർച്ചയോടെയായിരുന്നു പരിപാടികളുടെ സമാപനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സംസ്ഥാനത്തെ എ ഗ്രേഡ് വായനശാലകളിലൊന്നായ അതിയമ്പൂരിലെ ബാലബോധിനി വായനശാല ഈ വർഷവും വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഗ്രന്ഥശാല വാരാചരണം നടത്തിയത്. കാര്യമ്പൂർ രാമണേശ്വരത്തിന്റെ 32 കവിതകളടങ്ങിയ പയമ എന്ന കവിതാ സമാഹാരത്തെ ആസ്പദമാക്കിയുള്ള പുസ്തക ചർച്ചയും ഇദ്ദേഹത്തിലുള്ള ആദരവും ഒപ്പം ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പൂക്കള മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ഒക്കെയായി നടത്തിയ സമാപനവും ഇവർ സമുചിതമാക്കി. സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ CK നാരായണ പണിക്കർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പുസ്തകം പരിചയപ്പെടുത്തി. കവിത നിങ്ങൾ വായിക്കണം, കവിത ചർച്ച ചെയ്യപ്പെടണം, കവിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പുതിയ കവികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ കാര്യം ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെയുണ്ടല്ലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതക്കത്ര പ്രാധാന്യമില്ല എന്നപ്പോൾ അത് കാര്യമ്പൂര് മാത്രമല്ല ആർക്കും ബാധകമാണ്. അതുകൊണ്ട് ആ കവിത വളരെ പ്രധാനമാണ്, ഈ കവിത പ്രസക്തമാണ്, ഈ കവിത കാലികമാണ്, ഈ കവിത വിഷയാധിഷ്ഠിതമാണ്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് C ശശിധരൻ അധ്യക്ഷനായി. പുസ്തക രചയിതാവ് കാര്യമ്പൂർ രാമണേശ്വരത്തെ ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ഉപഹാരം നൽകി ആദരിച്ചു. വാരാചരണത്തിന് പരിസമാപനം കുറിച്ചുകൊണ്ട് വായനശാല വൈസ് പ്രസിഡന്റ് N ഗീത അക്ഷരജ്വാല തെളിയിച്ചു. പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് M രാഘവൻ സമ്മാനങ്ങൾ നൽകി. V കരുണാകരൻ, V ഗോപി, P അർജുൻ രാജ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി AK ആൽബർട്ട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി AK രസിക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.